ഇന്നൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. റോഷ്ബora സ്വീറ്റ്. ഇതൊരു ബംഗാളി സ്റ്റൈൽ ഡെസേർട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോഷ്ബora സ്വീറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ റവയൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ തരി കിടക്കാം. നമുക്ക് ഫൈനായിട്ടിത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് തരി ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് പാൽ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ റവയും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പം തന്നെ ഈ റവ പാല് മുഴുവൻ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, പാല് മുഴുവൻ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലെടുത്ത അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് വെള്ളം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് കുറേ നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകും. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ല, ആ ഒരു പരുവം പോലെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകും. അപ്പോൾ അതുവരെ ഒന്ന് ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തെടുക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് വേണ്ടത്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ചൂട് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതൊരു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 3 ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയാണെങ്കിലും ചേർക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഒട്ടുന്ന ഒരു പാകം ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടണം. കണ്ടോ, ഒട്ടുന്നുണ്ട്. പക്ഷേ ഒരു നൂൽ പരുവം ആയിട്ടില്ല, ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റവ മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് ആറിപ്പോകരുത്. ഇപ്പോൾ ചെറിയൊരു ചൂട് മാവിനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ അതാണെങ്കിലും ചേർക്കാം. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ആ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടൽ പോലെ തോന്നും. പക്ഷേ നല്ലപോലെ കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടലൊക്കെ മാറി ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യാണല്ലോ ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇപ്പോൾ കണ്ടോ, നല്ല കുഴച്ച് നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഡോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി നെയ്യ് തൂകിയതിന് ശേഷം ഞാനിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ 1/2 മണിക്കൂർ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിൽ. കണ്ടോ, ഒരു ക്രാക്സ് പോലും ഇല്ലാതെ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരുപാട് വണ്ണത്തിലൊന്നും എടുക്കണ്ട, കുറച്ച് അത്യാവശ്യം വണ്ണത്തിൽ ഈ ഒരു അളവിലെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈയോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയോ ചെയ്യാം. റവ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്താലും മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനും റവയൊക്കെ പുറത്തു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കെല്ലാം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ബ്രൗൺ കളറാണ് നമുക്കിതിന് വേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്കെല്ലാം തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈവൻ ആയിട്ടുള്ള കളർ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടതുകൊണ്ടാണ് ഒരുപോലെയാണ് എല്ലാ വശത്തും ആ കളറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇടണം. പിന്നെ ഇടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് നല്ല ചൂടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടാണെങ്കിൽ മാത്രമേ ഇത് സോഫ്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടിരിക്കും. ഇതൊരു 2 മണിക്കൂർ ഇതിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇന്നത്തെ റോഷ്ബറ സ്വീറ്റ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2 മണിക്കൂർ സോക്ക് ചെയ്യണം. പിന്നെ ഷുഗർ സിറപ്പ് നല്ല ചൂടാണെന്ന് ഉറപ്പ് വരുത്തുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് കയറുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.